എടാ പൈസ പെട്ടി മുത്തേ, പൈസ പെട്ടി കിട്ടിയടാ വായി. നല്ല എടാ പൈസ ഇപ്പോൾ വേണ്ടടാവോ. 50 മില്യൺ എനിക്ക് ഫുള്ളുണ്ടാ. 50 മില്യൺ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പൈസ കിട്ടിയിട്ടും കാര്യമില്ല. പക്ഷേ ആവശ്യമുള്ള സമയത്താണ് പൈസ കിട്ടൂല. എന്നാലും കുഴപ്പമില്ല. എടാ വണ്ടി അഴുക്കുക ഏട്ടാ. എന്തായാലും അങ്ങോട്ട് പോയി കഴിവും കൂടെ വേണം. എടാ ഇവിടെ ഇങ്ങനൊരു വഴി ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഞാൻ എന്തിനാണ് അവിടെ കൂടെ പറപ്പിച്ച വണ്ടി? ഓ വീണ്ടും പറന്ന്. യോ ഇടിച്ച് മുത്തേ ഫുള്ള്. എടാ ഫുള്ള് ഡാമായടാ. ഷേ അവൻ്റെ എടാ അവിടെ കൂടെ കമന്ന കാരണം ആരൊക്കെ വേണ്ടി. ടയറെങ്കിലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകണ്ട. ഇടിച്ചില്ലടാ, നൈസായിട്ട് ഇങ്ങനെ എടുത്തല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം, വൈബായിരുന്നു. മോട്ടലാണ് പോണേ. എടാ വീണ്ടും ഒരു പാലം കാണിക്കണം. ഈ കയറാമോടാ? കുഴപ്പമില്ലല്ലോ. ആ ഈ പാലം കുഴപ്പമില്ല, ഭാഗ്യടാ. ഇനി ഇതും പാതി വെച്ച് മുറിഞ്ഞിരുന്ന ഞാൻ വീണ്ടും വല്ല കുഴിയിലോടെ ചെന്ന് വീണേനെ. എന്തായാലും ആ സ്ഥലം കൊള്ളായിരുന്നല്ലേ, വൈബായിരുന്നു. ഓ എൻ്റെ പൊന്നോ, വണ്ടി ഫുള്ള് അഴുക്കായി മുത്തേ. ഉള്ള കാര്യം പറയാൻ നല്ല അഴുക്കായി. ടയർ പിന്നെ കഴുവണല്ലേ. ഇത് കഴുവണ അല്ലല്ല, ഇത് റിപ്പയർ ലോട്ട. കഴുവണ ഇങ്ങാട്ട്. യോ എക്സ്പെൻസീവ് കഴിവാക്കുവാണ് ഇത്. കണ്ട, എക്സ്പെൻസീവ് കഴിവാക്കാം. അമ്പാടി ബ്രോ, തമ്പുരാൻ CW ബ്രോ, ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. അതാവുമ്പോൾ സംസാരിക്കും. റൊണാൾഡോ ബ്രോ, ഹായ് ബ്രോ റൊണാൾഡോ. എന്തെല്ലാം മുത്തേ? അവരൊക്കെ എവിടെ? ഇതല്ലേ മോട്ടല്? ഞാൻ ചാടിച്ചു, ബ്രോനെ കണ്ടില്ല. എടാ ഞാൻ പോയല്ല. അയ്യോ എടാ ഞാൻ ഇവിടെ മോട്ടലിരിക്കുകയാണ്. നീ ചാടിച്ച അതിനിടെ കയറി. എടാ മുത്തേ കാണാൻ പറ്റിയില്ല. ബട്ട് എത്തിയില്ല. ഓക്കെ എടാ ഇതിപ്പോൾ എവിടെയാണ്? എല്ലാവരും ഏത് മോട്ടലാണ് പറഞ്ഞേ? എടാ ഇതും മോട്ടലല്ലേ? എടാ ഇത് മോട്ടലാണ്. അല്ല ഇത് മോട്ടലല്ല. ഇങ്ങോട്ട് പോവാ. ഇതാണ് നമ്മളെ പൈസ കട. ഇതാണ് മോട്ടൽ. മാറിപ്പോയി. എടാ ആക്ടർ അവിടെ വന്നിരുന്ന മാസമായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മറ്റേ സിനിമയിൽ മറ്റേ അൺഎക്സ്പെക്റ്റഡായിട്ട് കാമിയോസ് വരില്ല, അതേപോലെ ആയിരുന്നു. ഓക്കെ നൈസായിട്ട് ചെക്കൻ വന്നവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആക്ടർ അത് ഡബിൾ ആയിരുന്നു കേട്ടോ മുത്തേ. ഇപ്പോൾ ലൈവ് കാണുവാണെങ്കിലേ അത് ഡബിൾ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത്, നൈസായിട്ടുണ്ടായിരുന്നു. എടാ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ചാറ്റ് വായിക്കാമേ ബ്രോ. ഞാൻ എന്തായിരുന്നു വെച്ചാൽ ആദ്യം അങ്ങോട്ട് വണ്ടി ഓടിച്ച് എത്തിക്കോട്ടെ കേട്ടാ, എന്നിട്ട് ഞാൻ ചാറ്റ് വായിക്കാം ബ്രോ. ഇല്ലേ വണ്ടി ശ്രദ്ധ തിരിഞ്ഞു പോയാലേ പിന്നെ വണ്ടി പിന്നെ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പോകേണ്ടി വന്നാലേ. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് സൈഡ് അടിച്ചാ. സീനായ 179. ഇത് എത്ര? വണ്ടി നിൽക്കല്ലേ. 179 വളഞ്ഞു പോയപ്പോൾ കണ്ടില്ലേ മുത്തേ ആയത്. ചെറിയ ശ്രദ്ധ തിരിഞ്ഞാൽ തന്നെ എങ്ങനെയാണ്. ഇതിൻ്റെ സ്പോക്ക് പച്ചയായിരുന്നല്ലേ മുത്തേ. ഡബിൾ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ മോട്ടലെത്തി. മോട്ടലല്ലേ? അല്ല അങ്ങോട്ടാണ്. ഫൈനലി ഗൈസ് എത്തിയടാ ഗൈസ്, എത്തി ഫൈനലി. ഓരോ സ്ഥലത്ത് നമ്മൾ കിടന്ന പാട് കണ്ട ഗൈസ്. നമ്മളങ്ങനെ എത്തി ഗൈസ്. ബ്രോ റൈസ് ചെയ്യുന്ന റൈസ് ഒന്നും ചെയ്യാൻ വേണ്ട. നമ്മൾ അങ്ങനെയൊന്നും റൈസ് ഒന്നും ചെയ്യാൻ തോന്നണേ ഇല്ല. യാക്ടർ ബ്രോ പിന്നല്ല, താങ്ക്സ്. ഓക്കേടാ ഓക്കെ. റെഡ് ഫോക്സ് ബ്രോ, സ്ട്രോമേ പറഞ്ഞോടാ എന്തെല്ലാം. അപ്പോൾ ബ്രോയിൻ്റെ ജോയിൻ ആക്കണോ വേണ്ട എന്ന് പറയാം. പിന്നെ ബ്രോ മസ്റ്റ് ആയിട്ട് എൻ്റെ അമ്പാടി എന്ന ഈ ചാനൽ സബ് ആക്കണം. ഇവിടെ വന്ന് എന്തിനാ നിങ്ങളെന്താ ഗീവ് അവേ ചെയ്യണോ അല്ല ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിനാ കിടക്കണം അവിടെ? അങ്ങാട്ട് ഇങ്ങോട്ട് സംസാരിക്കണം കേട്ടോ. ഓക്കെ അവിടെ നമ്മളെന്തായാലും അവസരം എത്തിയിട്ടുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുന്നുണ്ട്, ലൈക്ക് അടിക്കൂ ഗൈസ്. നമ്മൾ 10 ലൈക്ക് ആയില്ലെന്നോണില്ലല്ലോ. എന്താ തമ്പിറാനാ? ഞാൻ കുളിക്കാനാ? എന്തൊക്കെ ഗൈസ്. എല്ലാവരും വന്നോ ബ്രോ? നിങ്ങൾ വന്നോ? എന്തിനാണ് വീഡിയോ ഓഫാക്കി? ബ്രോയുടെ മണി കണ്ട അതിൽ എൻ്റെ
ഒരു നമ്മളെ ലീക്കായപ്പോൾ ഒരു മെസ്സേജ് അവസാനം ആ ലൈവിൻ്റെ അവസാനം ചെറുതായിട്ടൊരു SMS പോലെ നമുക്ക് ചെറിയ ലീക്കായിപ്പോയി. അപ്പോൾ അത് ആ ലൈവ് എന്തായാലും നമ്മൾ കളഞ്ഞില്ല. ആ ലൈവ് കളഞ്ഞില്ല ബ്രോ. ആ ലൈവ് നാളെ രാവിലെ പബ്ലിക് ആക്കും. അതിപ്പോൾ പ്രൈവറ്റാക്കി വെച്ചേക്കണം. അത് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ആ ഭാഗം കട്ട് കളയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെ കളയൊന്നുമില്ല. മുത്തേ 1K ആയാൽ ഫേസ് റിവീൽ ചെയ്യണം. അവിടെ ഫേസ് റിവീൽ ചെയ്യണമെന്ന് വെച്ചാലേ മുത്തേ, ഫേസ് റിവീൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ PC എടുത്തിട്ടാണ് ഫേസ് റിവീൽ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണടാ. 1K ആയാലും ഫേസ് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കണല്ലടാ. ഞാൻ പറഞ്ഞില്ലല്ലോ ഗൈസ് 1K കാണിക്കാം. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ലൈക്ക് അടി ഗൈസ്. അതന്നെ റൊണാൾഡോ എല്ലാവരും താങ്ക് യു ഗൈസ്. ലൈക്ക് അടിക്കൂ ഗൈസ്. ഫേസ് റിവീൽ നമ്മൾ എന്തായാലും ചെയ്യും. പക്ഷേ വാച്ച് അവർക്ക് അത് സെറ്റ് ആവണം, മോണിറ്റൈസ് ആവണം, അങ്ങനെ കുറച്ച് ഘടകമൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കാടാ. റെഡ് ബസ് കണ്ടായിരുന്നോ? റെഡ് ബസ് എവിടെ? ബസ് എവിടെ? മലയാളി റെഡ് ബസ് എവിടെ? അവിടെ കണ്ടേണ? അത് ഞാൻ കണ്ടായിരുന്നു. അല്ല വേറെ വല്ലതും ആണോ? ഇവിടെ കയറട്ട്, ഇവിടെ കടയിൽ കയറട്ട്. അത് തന്നെ, അത് കടയിൽ കയറാൻ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. ഇവിടെ ആരെങ്കിലും ബസ് കൊണ്ടു നമുക്ക് അതിൽ ട്രിപ്പ് അടിക്കായിരുന്നു കേട്ടോ ഗൈസ്. ഇത് അതിലൊട്ട. അയ്യോ സോറി ചേച്ചിയായിരുന്നു, മാറി. സോറി ചേച്ചി. എന്നാലും നമുക്ക് നല്ല ഞെട്ടിക്കൽ ബിരിയാണി ഇറങ്ങാം കേട്ടോ ഗൈസ്. എടാ മാറിപ്പോന്നു കേട്ടോ, മാറിപ്പോന്നു. റെഡ് ബോക്സ് ബസ് കണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചോ? കണ്ട്. അത് നമ്മൾ മറ്റേ ഇതിട്ട് സൂം ചെയ്തല്ലേ നോക്കി. കണ്ടായിരുന്നു, വ്യക്തമായിട്ട് കണ്ടായിരുന്നു. അവിടെ ഇത് ഞാൻ ഇവിടെ ആയിപ്പോടാ, എനിക്ക് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റാനല്ലടാ. ഇത് എന്ത് ലൊട്ടേടാ മുത്തേ. ഞാൻ ഇവിടെ ആയിപ്പോ നീ അങ്ങ് ഇറങ്ങണം. ഇത് എന്ത് ലൊട്ടേന്നാണോ ഉള്ള കാര്യം പറയില്ല. നീ അങ്ങ് പോണ്ടേ. പക്ഷെ നമ്മൾ കയറിയ ഒരു വാതിൽ ഏതാ, വേറെ ഏതാ വഴിയിലോട്ട ഉള്ള വാതിലായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്ന കസ്റ്റമേഴ്സിനുള്ള വാതിലല്ല, അത് തന്നെ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതെന്ത് ഈ ലൊട്ട ഇവിടെ നിൽക്കുന്നത്? ആര്? ബീഫ് ബർഗർ എന്തൊക്കെ ചെയ്ത് വെച്ചേക്കണം മുത്തേ. നമുക്ക് വായിക്കാൻ സമയമില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെന്ന് കയറാം. എടാ ഇതല്ലേ ഫ്രണ്ട് ഡോർ? ഇത് തന്നെ മുത്തേ, ഇതാണ് ഫ്രണ്ട് ഡോറ്. എടാ ഈ ലൊട്ട എവിടെ ഇരിക്കണ? ആറാ ലൊട്ടേ നീ? എടാ കാണാൻ പറ്റില്ല. എന്തിരി ഇങ്ങനെ ഇരിക്കണ ലൊട്ട ഇടിച്ച് മാറിക്കും. നമ്മളങ്ങനെ കടയിലോട്ട് കയറി മുത്തേ. ഞാൻ നിൻ്റെ നമ്പർ സേവ് ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കാനാ മുത്തേ. ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കാനാ മുത്തേ. എന്തെല്ലാം പറയണ മുത്തേ. അവിടെ നമ്മൾ ലൈവ് പെട്ടെന്ന് എൻഡ് ആക്കിയടാ. അത് അവിടെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കാണിക്കൂല, അത്രേ ഉള്ളു. ഭയ്യ ന്യൂ സബ്. താങ്ക് യു. താങ്ക്സ്. ഇതെന്ത് ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചേക്കണം മുത്തേ? ഡു നോട്ട് എൻ്റർ എന്നാ? അതിന് മാത്രം ഇവിടെ എന്തിരിക്കണ്? എടാ ഇവിടെ ഒന്നും ഇല്ലടാ മുത്തേ. ഡു നോട്ട് എൻ്റർ ആക്കാം. ഇതെന്തര്? എടാ ഇവിടെ ഇതെന്തൊരു സ്ഥലം മുത്തേ? ഇതെന്തൊരു സാധനം? എടാ എന്തിനാ പെട്ടിയിരിക്കണം ഇവിടെ? തുറക്കാൻ പറ്റൂല്ലേ? ഇതെന്തൊരു പെട്ടി? എന്തേ പ്രൊഫഷണൽ ഐസാ? ഓ മുത്തേ, ഇത് മറ്റേ വെള്ളമൊക്കെ മറ്റേ ഇത് സെറ്റാണ് സാധനമല്ല, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അതിനെന്തൊരു സാധനങ്ങൾ മുത്തേ. ഇങ്ങോട്ട് കയറേണ്ട. ഇത് പ്രൊഫഷണൽ സാധനമാണ്. ബ്രോ ഫേവറേറ്റ് കാർ ഏതാ? ഞാൻ തരാം. ക്യാഷ് തരും. അവിടെ നമ്മൾ ലൈവ് എങ്ങനെ കൊടുക്കാമല്ലടാ. സബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക്സ്. കേസ് ഒരു 13 ലക്ഷം തരുമോ? ലൈവ് ഗിഫ്റ്റ് കൊടുക്കാറില്ല ബ്രദർ, അതാണ് മച്ചി. എന്നല്ല അങ്ങ് വേറെ നമുക്കൊരു ഞെട്ടിക്കൽ ബിരിയാണി ഓർഡർ ചെയ്താലാ? എന്താ ഫുഡ് അത് ഇറക്കാം മുത്തേ. ബ്രോ ഞാൻ പോവാൻ നൈറ്റ് ഉണ്ടാവും. അവിടെ നൈറ്റ് കാണും മുത്തേ. നമ്മളങ്ങനെ ചെയ്യുമോ? നമ്മളങ്ങനെ ഇങ്ങനെ ഒക്കെ അല്ലേലും നിന്നെ നീ ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ ഉണ്ടായെന്നാ? എന്തൊക്കെ മുത്തേ. ഗീവ് അവേ കൊടുക്കാം. ഗീവ് അവേ ഒന്നും അതൊന്നും വേണ്ട. എടാ മുത്തേ നേരിട്ട്. എടാ ഇവന് വിശപ്പ് കൂടുതൽ കേട്ടാ. ടർബോയ്ക്ക് വിശപ്പ് കൂടുതൽ. അല്ലെ കാത്തിരിക്കാൻ വയ്യ കേട്ടാ. എടാ ഇവന്മാർക്കെല്ലാം വിശപ്പ് ഇത്ര കൂടുതലേ? നമ്മളെക്കാളും മുന്നേ അവന്മാർ അവിടെ കയറി ഭക്ഷണം കൈയിട്ട് വാരി എടുക്കണ്ടാ മുത്തേ. ടൈം എപ്പോഴാ? 8 മണി. രാത്രിയാണെങ്കിൽ 8 മണിക്കായിരിക്കും ഞാൻ എപ്പോഴും ലൈവ് വരണ. സിസ് ഒരു ടീ. ഞെട്ടിക്കൽ ബിരിയാണി. സാർബാ ചേച്ചി ഒരു ഞെട്ടിക്കൽ ബിരിയാണി മുത്തേ എന്തായാലും കൊണ്ടുപോവാ. റൂമിൽ എങ്ങനെയാ കയറുക? അപ്പു എടാ അതിന് നീ ആദ്യം എന്നെ ഫ്രണ്ട് ആക്കണം മുത്തേ. എൻ്റെ അതിനുശേഷം എൻ്റെ ID എന്നെ സെർവർ ഇന്ത്യ ആക്കണം. അതിനുശേഷം പാസ്വേഡ് അടിച്ച് എൻ്റെ റൂമിൽ കയറണം. ഇത്രയുള്ളൂ, സിമ്പിൾ. പാസ്വേഡും സെർവറും എൻ്റെ ID എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ മുത്തേ. അവിടെ വേറെ ആരാ എന്നാ?
എവിടെയാടാ ഇവിടെ വേറെ ആരാന്ന്? ഇവിടെ ഒരു ചേച്ചി ഇപ്പോൾ ഉണ്ട്. പിന്നെ അവന്മാർക്ക് വിശപ്പ് കൂടുതലായതുകൊണ്ട് അവന്മാർ നേരിട്ട് കയറി ചെന്നിട്ടുണ്ട്. അതല്ല വേറെ ഇതിലൊട്ടെ ഇവിടെ പോകണം. SP ടർബോ. എടാ SP ടർബോനെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് മുത്തേ. ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞില്ലേ മുത്തേ. ഇത് കൊള്ളാല്ലേ? ഈ സ്ഥലം കൊള്ളാല്ലേ? എടാ നമുക്ക് കിട്ടിയില്ല. ഭക്ഷണം തന്നില്ലടാ അവള്. അതാരും ഇവിടെ കിടന്ന് കൊന്തി കളിക്കണ. അതാരി? എടാ ഏതോരത്തോടെ മിസ്റ്റർ SN മുത്തേ. മിസ്റ്റർ SN അവിടെ കിടന്ന് കൊന്തി കളിക്കുന്നു മുത്തേ. എന്തോന്ന് കൊള്ളാം. എന്തായാലും കൊള്ളാം. SP ഫ്രണ്ട് ആയതിനു ശേഷം അപ്പം തന്നെ ഓടിക്കളഞ്ഞ്. ഒരു ടീ, ഒരു പാലും, ഒരു പലമ്പൊഴി, അതിൻ്റെ ബിന്ദരൊക്കെ ബീഫ് കറി. കൊള്ളാം മുത്തേ. എനിക്ക് ഞെട്ടിക്കൽ ബിരിയാണി മുത്തേ. ഞെട്ടിക്കൽ ബിരിയാണി. ഫ്രണ്ട് റിക്വസ്റ്റ് എങ്ങനെ ഇടാനാണ്? എടാ ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ നീ ആദ്യം ഓൺലൈൻ എന്ന് പറഞ്ഞ് കയറുമ്പോൾ അവിടെ ഒരു സെർച്ചിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ പോയിട്ട് എൻ്റെ ID അയച്ചിട്ട് ഓക്കെ കൊടുത്താൽ ഫ്രണ്ട് അയക്കോളും. റിക്വസ്റ്റ് ഒന്നും ഇടണ്ട. വേറെ ഫ്രീ ഫയർ പോലെയും PUBG പോലെയും റിക്വസ്റ്റ് ഒന്നും ഇടണ്ട. അത്രേ ഉള്ളൂ. എനിക്ക് വരാൻ കഴിയുന്നില്ല. എന്താടാ വല്ല ബഗ്ഗാനുണ്ടോ? കയറാൻ പറ്റല്ലേ മുത്തേ? സീനുണ്ടോ? അതാരാ കയറി വരണേ? CPM സാത്താൻ ബ്രോ. ഓക്കെ. എന്തെല്ലാം കാട്ടിരിക്കാം. നീ ലൈവ് ഇടുന്ന സ്ഥലത്ത് നിന്ന് വേറെ ആരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ബഗ്ഗില്ല. കാർ മാറ്റണോ? എടാ ഇഷ്ടമുള്ള കാർ എടുത്തോണ്ടോന്നു. എടാ വേറെ ആര് സൗണ്ട് കേൾക്കണമെന്നാ? എടാ അത് എരപ്പാണേ ഫാനിൻ്റെ എരപ്പാണ്. അതല്ലാതെ എന്തിനാണ് മുത്തേ? അല്ല വലിയ ശബ്ദമൊന്നും ഇങ്ങനെ കാണാൻ ഇല്ലല്ല. ഞാൻ ലൈവ് നോക്കാൻ പോരെ? എടാ വേറെ ശബ്ദം കേൾക്കണേ. അത് ഫാനിൻ്റെ എരപ്പുണ്ട്. അതല്ലാതെ എൻ്റെ ശബ്ദം കൊണ്ടാ വേറെ. അത് എൻ്റെ ശബ്ദം തന്നെ. സ്ഥലം ഡെസർട്ടിലെ മോട്ടൽ. നമ്മൾ കടയിൽ കയറിച്ചൊരു ഫോട്ടോ എടുക്കാൻ പോയാലേ മുത്തേ? ഇവൻ ബാക്ക് ഫ്ലിപ്പ് അടിക്കണം. അറബി ഡ്രസ്സ് ഇട്ട മച്ചാൻ ബാക്ക് ഫ്ലിപ്പ് അടിക്കണല്ലേ. നമുക്കൊരു ID നിക്കിട്ടിട്ടൊരു ഫോട്ടോ എടുക്കാം. എടാ നമുക്ക് എന്തായാലും ഭക്ഷണം വേണേ മുത്തേ. എടാ ഞെട്ടിക്കൽ ബിരിയാണി തരണല്ലേടാ മുത്തേ. ഇത് എന്ത് ലോട്ട കടയടാ മുത്തേ? അപ്പ് കോളേജ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് ലോട്ട. നമുക്ക് ഭക്ഷണം തരലെന്ന് വെച്ചാൽ അതെന്ത് ലോട്ട പരിപാടി മുത്തേ? നോക്കട്ടെ. ഓക്കെ ബ്രദർ. മുത്തേ സിംഗിഡ് അനിമേഷൻ അല്ലേ? സിംഗിഡ് അനിമേഷൻ വിത്ത് ചെയ്യുന്നു. യോ വേറെ ആരോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. നിനക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഞെട്ടിക്കൽ ബിരിയാണി കിട്ടുന്ന ബിരിയാണി. ഇന്ത്യ സെർവർ ഇന്ത്യ. എടാ വേറെ ചാറ്റ് നിങ്ങൾ പറഞ്ഞാറ്റ് വേറെ ആരെങ്കിലും സംസാരിക്കുന്ന ശബ്ദം എൻ്റെ ഈ ലൈവിൽ ഇപ്പോൾ കേൾക്കണുണ്ടാ ഗൈസ്? വേറെ എന്തൊരു ശബ്ദം കേൾക്കണമെന്ന് ഗൈസ്? എടാ എൻ്റെ ശബ്ദം ഉണ്ടാ? എൻ്റെ ശബ്ദമല്ല വേറെ ആരും ശബ്ദം. നിങ്ങൾ എന്ത് പറയണ ഗൈസ്? മനസ്സിലാവണല്ലോ പറഞ്ഞാണ് ഗൈസ്. എന്തെങ്കിലും സീനുണ്ടോ? വേറെ ആരെങ്കിലും സംസാരിക്കുന്ന ശബ്ദം കേൾക്കണുണ്ടോ? ഞാൻ അല്ലാതെ ഞാൻ ഇപ്പോൾ സൗണ്ട് നോക്കിയപ്പോൾ ഒന്നും കേട്ടില്ലല്ലോ. പറഞ്ഞാണ് ഗൈസ്. എന്തെങ്കിലും സീനുണ്ടോ? നോക്കാൻ പോലെ. എടാ എൻ്റെ ശബ്ദം ഉണ്ടാ? എൻ്റെ ശബ്ദമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കണത് മറ്റേ ഫോൺ, എൻ്റെ വേറൊരു ഫോണിൽ അവിടെ ചാറ്റ് നോക്കണ ഫോൺ ഉണ്ട് ഗൈസ്. അതിൽ ഞാൻ സൗണ്ട് 1 2 ഞാൻ ആ ശബ്ദം ചെറുതായിട്ട് കേൾക്കണുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നണമായിരിക്കും ഗൈസ്. ഓക്കെ അങ്ങനെ അത് കേൾക്കണമായിരിക്കും ചിലപ്പം. അതിന് സാധ്യത ഉണ്ടാ ഗൈസ്? അതിന് സാധ്യതയുണ്ട് കേട്ടാ. ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട്. ഇതാരി? ഇവനാ? ഇല്ല ബ്രോ, ഒരു സൗണ്ടും കേൾക്കുന്നില്ല. ഓക്കേടാ. ഓക്കെ. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും കേട്ടില്ലടാ. എടാ ഇത്രയും പൈസ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റൂല. എടുത്തിട്ടും കാര്യമില്ല. കണ്ട 49 മില്യൺ 10-200 രൂപ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. എടുത്താൽ നഷ്ടമായിരിക്കും കേട്ടോ. ഉള്ള കാര്യം പറയാല്ലേ. ഇത് കൊള്ളാലടാ. നൈസ്. എത്ര വണ്ടിയല്ലേ വന്ന് കിടക്കണ. SPD ടർബോ വന്നാ നേരത്തെ പെട്ടെന്ന് ഇറങ്ങി ഡിസ്കണക്റ്റഡ് എന്ന് കാണിച്ചല്ല. എടാ ലൈവ് 10 പേര് കാണുന്നുണ്ട് ഗൈസ്. പക്ഷേ ലൈക്ക് അടിക്കാനുള്ള സബ്ബും ചെയ്യണില്ല ഗൈസ്. എന്ത് പരിപാടി ഗൈസ്? സബ് ചെയ്യാത്തതുകൊണ്ട് സബ് ചെയ്യൂ ഗൈസ്. നമ്മൾ ഗ്രോത്ത് ഗൈസ് വളർന്നു വരില്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്താലേ നമുക്ക് ഒരുപാട് അധികം ഓർഡർ ചെയ്യാൻ പറ്റും ഗൈസ്. വൈ ഗൈസ്? എടാ നാളെ ലൈവ് ഉണ്ടല്ലോ. നാളെ എന്തായാലും ലൈവ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ കറക്റ്റ് 3 മണിക്ക് തന്നെ എനിക്ക് വരാൻ പറ്റൂല എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് കുറച്ച് ഒരു 2-3 കാര്യമായിട്ടുണ്ട്. ബിസിയാണ്. എന്തായാലും ഞാൻ 3 മണിക്ക് അല്ലെങ്കിൽ ഒരു 5 മണിക്കായാലും വരും. നാളെ എന്തായാലും ലൈവ് ഉണ്ട്. അതിൽ പിന്നെ സംശയമില്ല.